ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തി പൊരിച്ച് പിന്നെ നമ്മൾ മസാലയിൽ വഴറ്റിയെടുക്കുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. അതായത് നമുക്കതിന് വേണ്ടി മത്തി തന്നെ എടുക്കണം. ഇതാ ഒരു 1/2 കിലോ മത്തി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി ഇതേമാതിരി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 ചുവന്നുള്ളിയും ഒരു 6 വെള്ളുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതേമാതിരി കട്ട് ചെയ്ത് അതും ചേർത്തു. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നമ്മളിതൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇതിലെ ചേരുവകളൊക്കെ അതേപടി തന്നെ ചേർക്കുക. പെരിഞ്ജീരകം, കുരുമുളക് എല്ലാം നന്നായിട്ട് ചേർക്കുക. ഇനി അതിലെ പകുതി മസാല നമ്മൾ ആ മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ പകുതി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പകുതി മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം നമ്മളതൊന്ന് പൊരിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞു. ഞാനത് ഒരു ഫ്രൈ പാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കുക, നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മളതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ആ മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ മത്തിയിൽ ഫുള്ളായിട്ട് മസാല പിടിച്ചിട്ടില്ല എന്നൊക്കെ തോന്നും. അതേപോലെ അതിന് ശേഷം മസാല അതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി. എന്നതിന് ശേഷം അടിഭാഗം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ മത്തി തന്നെ ഇതിനെ എടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ അതാ ഒരു പ്രാവശ്യം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഞാനിതാ തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഇതാ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേ പരുവത്തിലാക്കണം. എന്നതിന് ശേഷം നമ്മളതൊന്ന് കോരി മാറ്റാം. ഈ ഒരു കണ്ടീഷനിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു. രണ്ടാമത്തെ പോർഷനും അതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പോർഷന് ഇതേപോലെ ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതും അതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. രണ്ടാമത്തെ പോർഷന് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തു. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കണം. അതിലേക്ക് നമ്മുടെ മസാല നേരത്തെ ബാലൻസ് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 3-4 സ്പൂൺ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതേ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് 1/2 സ്പൂൺ അരിപ്പൊടിയും ഇനി അല്പം ഉപ്പും 1/4 സ്പൂൺ മുളക് പൊടിയും ഒരു 2 സ്പൂൺ അളവിൽ വാളം പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർക്കണം. അപ്പോൾ നേരത്തെ മസാല നമ്മൾ കൂട്ടിയതാണ്. അതിലേക്ക് ഇപ്പോൾ മുളക് പൊടി, അരിപ്പൊടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്, വെള്ളം അതിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് നല്ല കണ്ടീഷനാക്കി വെച്ചു. ഇനി അതേ ഫ്രൈ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കണം. ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ ലൂസിലായിരിക്കണം ഇരിക്കേണ്ടത്. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തിളച്ച് വറ്റിപ്പോവും. ശരിക്കും അത് വേവാൻ വേണ്ടിയാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതൊന്ന് ശരിക്കും ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ശരിക്കും ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി ഒരല്പം കൂടി എണ്ണ അതിലേക്ക് തൂവി കൊടുത്തു. ഇപ്പോൾ നമ്മൾ അല്പം ഒന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം ഇതേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞതാ വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മത്തി വറുത്തത് അതിലേക്കിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മത്തി വറുത്തിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണം. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച മസാലയും പിന്നീട് അതേ മസാല ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് പുരട്ടി വരുന്ന സമയത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഇതാ ഓഫാക്കി കൊടുക്കുകയാണ്. ഓഫാക്കിയ ഉടനെ തന്നെ നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റരുത്. ശരിക്കും അതൊന്ന് കുറച്ച് സമയം ഇരിക്കണം. അപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി മത്തി മസാല വഴറ്റിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുരുമുളകും വെള്ളുള്ളിയും ഇഞ്ചിയും പെരിഞ്ജീരകവും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. മത്തിയാകുമ്പോൾ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ നന്നായിട്ട് നമുക്ക് പുരട്ടി കഴിക്കാൻ പറ്റും.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്